എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്തിനാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമുക്ക് യൂട്യൂബിൽ ഒരു കാര്യം പറയുന്നതിനും ഒക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതിയാണ് മെയിനായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഡെയിലി ടിപ്സ്, മോട്ടിവേഷൻ എല്ലാം കമ്മ്യൂണിറ്റിയിൽ വരും. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, റിപ്ലൈ ചെയ്യാം, എല്ലാം ചെയ്യാം. അതേപോലെ തന്നെ അല്ലാതെയുള്ള ക്ലാസ്സസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻസും ഫ്രീ ക്ലാസ്സസിൻ്റെ ഇൻഫർമേഷൻസും എല്ലാം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അനൗൺസ്മെൻറ്റിൽ പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ബോഡോ ടെക്നിക്. ബൊഡ്വ ആണ് അത് ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യുന്നത്. ചാൾസ് ബൊഡ്വ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് ആയിരുന്നു. ചാൾസ് ബൊഡ്വ ഡെവലപ്പ് ചെയ്ത ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാം. ഇത്രേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞേക്കാം. ഇത് പൂർണ്ണമായിട്ട് വീഡിയോ ചെയ്യുക, കാണുക എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് ഈ അറ്റവും മൂലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരിക്കലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. കാരണം ലാസ്റ്റ് ആയിരിക്കും വേറൊരു കാര്യം പറയല്ലേ, നടുക്കായിരിക്കും നമ്മൾ വേറൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു പോയിന്റ് പറയാം. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കാണുക, അല്ലെങ്കിൽ അത് സമയമുള്ളപ്പോൾ കാണുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഈ മെത്തേഡ് നമുക്കിപ്പോൾ ഒരു വിഷ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, സബ് കോൺഷ്യസ് പ്രോഗ്രാമിങ്ങിനൂടെ സൂപ്പർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ വിടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക? എല്ലാ ദിവസവും രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ, ഉറക്കം വരുന്നുണ്ട് എന്നാൽ ഉറങ്ങുന്നില്ല. ആ ഒരു ഉറക്കം പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ സൈക്കോളജിയിൽ പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്, ഉറക്കമുണ്ട് എന്നാൽ ഉറക്കമില്ല, ഈ ഒരു സ്റ്റേറ്റിൽ പോയിട്ട് കുറച്ച് നേരം ഡീപ്പ് ബ്രീതിങ് കൂടുതലായിട്ട് ചെയ്യുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. കുറച്ച് നേരം അഗാധമായിട്ടുള്ള ശ്വസനം ചെയ്യുമ്പോൾ കൂടുതലും കുറച്ചൊരു ഉറക്കമൊക്കെ വരും. ആ ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ നിങ്ങളുടെ വിഷ് എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ആ ആഗ്രഹം ഒരു ചെറിയ, അതിനെ കണ്ടൻസ് ചെയ്യാന്ന് പറയും, അതിനെ ചെറിയൊരു രൂപത്തിൽ, ഒരു ഫ്രൈസ് രൂപത്തിലാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്കൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് കഴിയുന്നത്, അതായത് ആ ഒരു കേസ് എന്ന് പറയുമ്പോൾ കുറേ പറയാനില്ലേ, കുറേ ഇങ്ങനെയാണ്, എന്താ പറയുക, വാരം പറയാറുണ്ട് അല്ലേ, ആ കേസാണ്, ആ കേസ് നടക്കണേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനേക്കാളും ആ ഒരു കണ്ടൻസി എന്താണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് വേണ്ടത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഈ ബൊഡുവ തന്നെ പറഞ്ഞു കൊടുത്തതാണ് ഒരു സ്ത്രീക്ക്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഡിവൈൻ ഓർഡറിൽ ആ കേസ് പൂർത്തീകരിച്ചു. അപ്പോൾ ആ നമ്മളുടെ ഉള്ളിൽ മീനിങ് അതിൻ്റെ വരണം. അത് കേൾക്കുമ്പോൾ ഈ കേസ് ജയിച്ചു അല്ലെങ്കിൽ ഈ കേസ് ഫുൾഫില്ലായി എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ കണ്ടൻസ് ചെയ്യുക. എനിക്ക് വളരെ നല്ലൊരു വീടുണ്ടായി, താങ്ക് യു. എക്സാമ്പിൾ, ഞാൻ വീടിൻ്റെ എക്സാമ്പിളാണ് എപ്പോഴും പറയുന്നത്, കാരണം പെട്ടെന്ന് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാം. ഞാൻ എന്താ പറയുക, സക്സസ്ഫുള്ളായി, ഞാൻ നീറ്റ് പരീക്ഷ പാസ്സായി, താങ്ക് യു. അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും പാസ്സാവില്ല. ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇതൊന്നും ചെയ്തതുകൊണ്ട് പരീക്ഷ പാസ്സാവുകയും വീട് വെക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ, ദിസ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് കോൺഫിഡൻസ്, ഗ്രേസ്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ സ്ലീപ്പി സ്റ്റേറ്റിൽ പോവുക. ഈ ഫ്രൈസ് ഉണ്ടാക്കിയതിന് ശേഷം, അപ്പോൾ ഞാൻ അതിമനോഹരമായി പരീക്ഷ എഴുതി, താങ്ക് യു. എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് എഴുതാം, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ.
ഇതെന്ത് ചെയ്യുക, ഈ പകുതി ഉറങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇതിങ്ങനെ ജപം പോലെ എന്ത് ചെയ്യുക, ചാൻറ്റ് ചെയ്യുക. ഇതിനെ ഒന്നുകിൽ ചാൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു താരാട്ട് പോലെ പാടാം. താരാട്ട് പോലെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിങ്ങനെ പാടാം. എല്ലാ ദിവസവും രാത്രി ഇത് ചെയ്യുക. ഇത് ഒരുപാട് സൈക്കോളജി ബുക്സിലും ലോ ഓഫ് അട്രാക്ഷൻ ബുക്സിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതോ ആയിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി വളരെ സിമ്പിളല്ലേ. ബാക്കി മെത്തേഡ് പോലെ രാവിലെ 3 മണിക്ക് എല്ലാവർക്കും ഉറക്കം വരും. ഉറക്കത്തിന് മുമ്പ് ഇതൊന്ന് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിനി രാത്രിയിലല്ല ഉറക്കം വരുന്നത്, ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ ഉച്ചയ്ക്കും ചെയ്യാം. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, ഒരുപാടൊന്നും ചെയ്യണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്യുക. ചിലപ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾ ഉറങ്ങി വീഴുമായിരിക്കും, അതൊന്നും പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് വേറെ ഒരു റൂളും ഇല്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല, ഒരു റൂളും ഇല്ല. ഇത് മന്ത്രമോ തന്ത്രമോ ഒന്നുമല്ല. ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമായി മാറുകയും ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി പ്രകാരം ഇത് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ചെയ്യുക. ഈ മെത്തേഡ് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. കിടക്കുന്നതിന് മുമ്പ് ഇരിക്കുക, കുറച്ചു നേരം ബ്രീത് ചെയ്യുക, നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫ്രേസ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താരാട്ട് പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ ഫുള്ള് കാണണം. ഫീൽ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. വെറുതെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടോ താരാട്ട് പാടിയത് കൊണ്ടോ കാര്യമില്ല. ഫീൽ, ഇറ്റ് ഷുഡ് കം ഫ്രം ദ ഹാർട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫീൽ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളിത് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.